Hello students, welcome to Franklin's Lectures, India's #1 engineering education platform. My name is Fahim Ahmad. I'm a subject matter expert at Franklin's Lectures. So in the number Kerala +2 state board students Franklin's Lectures for physics, subject physics. അതിലെ നമ്മൾ റേ ഓപ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽസ്. സോ നിങ്ങളുടെ മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞു, ബോർഡ് എക്സാംസ് അടുക്കാനായില്ലേ? ബോർഡ് എക്സാംസ് ആയി തുടങ്ങി, നിങ്ങളൊക്കെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അതിൽ നമുക്ക് ഫിസിക്സ് വരുന്നത് 5th മാർച്ചിനാണ്. സോ ആദ്യം ഫസ്റ്റ് വരുന്നത് ഫിസിക്സ് ആണ്. സോ അതിന്റെ ഒരു എന്താണ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രിപ്പറേഷൻ ബൂസ്റ്റർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗൈൻ പറയാണ് റേ ഓപ്റ്റിക്സിലെ ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽസ് ആണ്. സോ റേ ഓപ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാം ഹൈ വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ്. 9 to 11 മാർക്സ് വരെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ അതിൽ ന്യൂമറിക്കൽസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ഡെറിവേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. സോ നല്ല വൃത്തിക്ക് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ന്യൂമറിക്കൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് f is equal to 0.5 meter for a glass lens, what is the power of the lens? ഓക്കെ, നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിരിക്കണേ, പവർ എന്താണ് കാണാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ തന്നെ പാർട്ട് ബി ആയിട്ടുള്ളത്, ദ റേഡിയ ഓഫ് കർവേച്ചർ ഓഫ് ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 centimeter and 15 centimeter. Its focal length is 12 centimeter. What is the refractive index of the glass എന്നാണ്. Okay, so let's do the question. So first part A നമുക്ക് ചെയ്യാം. So part A എന്താ given condition എന്താണ്? given is condition is f is equal to 0.5 meter എന്നാണ് അല്ലെ? 0.5 meter എന്നാണ്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? പവർ ആണ്. പവർ is actually the reciprocal of focal length. P is equal to 1 by f എന്നാണ്. So we know power is equal to power P is equal to 1 by f എന്നാണ്, which is equal to 1 by 0.5 എന്ന് വരും, which is equal to 2 diopter എന്ന് കിട്ടും. എന്താണ്? 2 diopter എന്ന് കിട്ടും. ഡയോപ്റ്റർ ആണ് പവറിന്റെ യൂണിറ്റ്. ഓക്കെ, സോ പവർ നമുക്ക് ഫോക്കൽ ലെങ്ത് എന്നാൽ പവർ കണ്ടിരിക്കാൻ എങ്ങനെയാണ്? പവർ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. സോ P is equal to 1 by f അല്ലെങ്കിൽ F is equal to 1 by P എന്നും പറയാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഫൈൻഡ് ദി പവർ ഓഫ് ദി ഇക്വേഷൻ given value. Now let's move on to the next question. Our next question എന്തൊക്കെയാണ്? റേഡിയസ് ഓഫ് കർവേച്ചർ of a double convex lens R1 10 cm R2 15 cm. നമുക്കറിയാം കോൺവെക്സ് ലെൻസിന് രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. ഫസ്റ്റത്തെ R1 ആയിട്ട് എടുക്കുന്നു, സെക്കൻഡത്തെ R2 ആയിട്ട് എടുക്കുന്നു. പിന്നെ അതിന്റെ ഫോക്കൽ ലെങ്ത് നിൽക്കുന്നത് 12 cm ആണ്. You need to find the refractive index of the glass. ഓക്കെ, അപ്പോ നമുക്ക് given conditions ഫസ്റ്റ് എഴുതാം. Given R1 is equal to 10 centimeter and R2 is equal to 15 centimeter. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, റേഡിയസ് ഓഫ് കർവേച്ചർ എഴുതുമ്പോൾ നമ്മൾ എന്താണ് സൈൻ കൺവെൻഷൻ നോക്കണം. സോ ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ നമുക്ക് എന്താണ് കോൺവെക്സ് ലെൻസ് ഇങ്ങനെയും ഇങ്ങനെയാണ്. സോ R1 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന്റെ എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചറും R2 എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ്. സോ R1 പോസിറ്റീവും എന്താണ് R2 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ R1 is equal to +10 cm R2 is equal to -15 cm ആണ് വരിക. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്നതാണ് ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിരിക്കുന്നത് 12 ആണ്, അത് പോസിറ്റീവ് ആയിരിക്കും. ഫോർ എ ഡബിൾ കോൺവെക്സ് ലെൻസ് ദാറ്റ് വിൽ ബി പോസിറ്റീവ്, സോ +12 cm. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ദ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടത്. ആ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അത് ആ കോൺവെക്സ് ലെൻസ് വെച്ചിരിക്കുന്നത് ഒരു എന്താണ് നമ്മൾ എയറിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം N1 നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു ആൻഡ് N2 എന്നുള്ളത് N ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. N2 നമ്മൾ ഗ്ലാസിന്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ലെൻസിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ N ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ ഫോർമുല യൂസ് ചെയ്യുക. നമുക്കറിയാം ലെൻസ് മേക്കേഴ്സ് ഫോർമുല നമ്മൾ പഠിച്ചതാണ് അല്ലേ? സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എങ്ങനെയാണ്? ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 by f is equal to എന്തായിരുന്നു? N2 by N1 -1 into 1 by R1 -1 by R2 എന്നാണ്. ഓക്കെ, നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കാൻ. പക്ഷെ അപ്പൊ നമുക്ക് വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ 1 by 12 equal to N2 എന്താണ്? N ആയിട്ട് കൺസിഡർ ചെയ്യാം. N1 1 by 1 into 1 by 10 minus R2 പറഞ്ഞാൽ -1 by 15 ആണ്. സോ ഇവിടെ ഈ മൈനസും കൂടി പ്ലസ് ആവും. ഇവിടെ N by 1 N ആവും. ഓക്കെ, സോ അങ്ങനെ എന്താ വരിക? സോ ദാറ്റ് വിൽ ഗിവ് us 1 by 12 is equal to എന്ത് വരും? N -1 into
എന്ത് വരും 1/10 പ്ലസ് 1/15 എന്ന് വരും. ശരിയല്ലേ? സോ ഇത് എങ്ങനെ വരിക? ഇത് that will give us എന്താണ് 1/12 is equal to n-1 into അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ LCM എടുക്കുക പറയുമ്പോൾ 2ന്റെ LCM എന്തായിരിക്കും? 30 ആയിരിക്കും. 30 ആണ് 2ന്റെ LCM. സോ ഇവിടെ 3 എന്നും ഇവിടെ 2 എന്നും മൾട്ടിപ്ലൈ ചെയ്തത്. സോ 3 + 2/30 എന്ന് വരും അല്ലെ? 3 + 2/30 എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/12 is equal to n-1 into 5/30. 5/30 അത് നമുക്ക് കട്ട് ചെയ്ത് 6 ആക്കാം. സോ 6ന് നമ്മൾ മറ്റൊരിടത്ത് കൊണ്ടുപോകും. സോ ദാറ്റ് ഗിവ്സ് n-1 is equal to 6/12 എന്ന് വരും. സോ 6/12 എന്ന് പറഞ്ഞാൽ 1/2 അല്ലെ? 6/12 എന്ന് പറഞ്ഞാൽ 1/2. സോ ദാറ്റ് ഗിവ്സ് n is equal to എന്ത് വരും? 1/2 plus 1 എന്ന് വരും, which is equal to എന്താണ് 3/2, which is equal to 1.5 എന്ന് എഴുതാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് നമുക്ക് കിട്ടിയ എത്രയാണ്? 1.5 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് എന്ത് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തന്നാൽ നമുക്ക് എന്താണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The convex lens of refractive index 1.5 is immersed in a medium of 1.65. What is the nature of the lens? The nature of the lens നോക്കുമ്പോൾ അതൊരു കൺവേർജിങ് ലെൻസ് ആണോ അതോ ഒരു ഡൈവേർജിങ് ലെൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് ആണ് തന്നിരിക്കുന്നത്. കോൺകേവ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത്. ആൻഡ് ആ ഒരു കോൺകേവ് ലെൻസ് വെച്ച മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത്. അതിന് വെച്ച് നമ്മൾ ഇതെന്താണ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ഏത് ലെൻസും ആയിക്കോട്ടെ, ഒരു ലെൻസ് കൺവേർജിങ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ലെൻസ് വിത്ത് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്, ലെൻസ് വിത്ത് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് ഈസ് എ കൺവേർജിങ് ലെൻസ്. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലോ ഡൈവേർജിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഞാൻ എഴുതേണ്ടല്ലോ, എല്ലാം എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ലെൻസ് വിത്ത് പോസിറ്റീവ് ഫോക്കൽ ലെങ്ത് കൺവേർജിങ് ലെൻസ് ആണെങ്കിൽ ലെൻസ് വിത്ത് നെഗറ്റീവ് ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? ഡൈവേർജിങ് ലെൻസ് ആയിരിക്കും. ഇനി നമ്മളെ ലെൻസ് മേക്കേഴ്സ് ഫോം നമുക്ക് തന്ന ഇത് എഴുതാം. എന്താണ് n1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ്നെസ് ഓഫ് ദ മീഡിയം ആയിരിക്കും, which is equal to 1.65. പിന്നെ n2 എന്താണ്, which is equal to 1.5. Okay, these are the given conditions. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് തന്ന ഗിവൺ കണ്ടീഷൻസ്. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺകേവ് ലെൻസ് ആണ്. അപ്പൊ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും. ഓക്കെ, സോ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം 1/f is equal to n2/n1 minus 1 2/n1 minus 1 into 1/r1 minus 1/r2. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫോർ എ കോൺകേവ് ലെൻസ് 1/r1 minus 1/r2 നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോർ എ കോൺകേവ് ലെൻസ് കോൺവെക്സിന് അത് പോസിറ്റീവും കോൺകേവിന് അത് നെഗറ്റീവ് ആയിരിക്കും. ഫോർ എ കോൺകേവ് ലെൻസ് എന്താണ് 1/r1 minus 1/r2 is നെഗറ്റീവ്, അല്ലെങ്കിൽ ലെസ് ദാൻ 0 is ലെസ് ദാൻ 0 എഴുതാം. is less than 0. അപ്പൊ ഇത് നെഗറ്റീവ് ലെസ് ദാൻ 0 ആയി. ഇനി ഇതെന്താണ് എന്താണെന്നാ നോക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ n2 is greater than n1 is here n1 is greater than n2 അല്ലേ? അപ്പോ എന്താണ് n2/n1 will be less than 1. that means എന്താണ് n2 minus n1 minus 1 will be less than 0. അതെന്തായാലും ലെസ് ദാൻ 0 ആയിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇവിടെ എന്താണ് ഫോക്കൽ ലെങ്ത് എന്താണ് നെഗറ്റീവ് 1/f is equal to, അപ്പൊ എന്ത് വരും 1/f is equal to എന്താണ് ഫസ്റ്റ് പാർട്ട് നെഗറ്റീവ് ആയിരിക്കും, സെക്കൻഡ് പാർട്ടും നെഗറ്റീവ് ആയിരിക്കും, which will give us a positive. that means എന്താണ് f is greater than 0. f is greater than 0 ആണെങ്കിൽ എന്തായിരിക്കും? it is a converging lens. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്ത് ഈ ഒരു ആൻസറിന്റെ
ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺകേവ് ലെൻസ് തന്നിരുന്നു, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിക്കണേ, അത് ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിക്കണേ, അല്ലെങ്കിൽ ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തന്നിക്കണേ. എന്നിട്ട് അതിന് കാണാനാണ് പറഞ്ഞത്. അപ്പോൾ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ 1/R1 - 1/R2 ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ സെക്കൻഡ് പാർട്ട് നെഗറ്റീവ് ആയിരുന്നു കോൺകേവ് ലെൻസിന്. അപ്പോൾ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ പാർട്ടിലാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പാർട്ടിൽ കോൺകേവ് ലെൻസിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇഫ് ദ refractive index of the lens is greater than that of the refractive index of the medium, then it's a diverging lens. കാരണം അവിടെ എന്താണ് ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി എന്താണ് ലെൻസ് കോൺകേവ് ലെൻസ്, then the focal length will be greater than 0, that is it is a converging lens. അപ്പോൾ ഇതൊരു കൺവേർജിംഗ് ലെൻസ് ആയിരിക്കും. നേച്ചർ ഓഫ് ലെൻസ് എന്താണ്? കൺവേർജിംഗ് ആണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് കൺവേർജിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്ത് ഈ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, now let's move on to the next question. Two lenses of power 7D and -3D are combined. D എന്ന് പറഞ്ഞ diopter ആണ്. Okay, +7 diopter and -3 diopter are combined. The focal length of the combination to be. അപ്പോൾ combination of lenses നെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. സോ നമുക്കറിയാം combination of lenses നെ പറ്റി പറയുമ്പോൾ എന്താണ്? powers can be added എന്നാണ്. So we have given P1 is equal to +7 diopter and P2 is equal to -3 diopter. Then total power of the combination, power of the combination എന്തായിരിക്കും? P is equal to P1 plus P2 എന്നായിരിക്കും. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ what will you get? So that will give us P is equal to P1 എന്ന് പറഞ്ഞാൽ 7 diopter അല്ലെങ്കിൽ 7 diopter plus എന്താണ്? P2 is equal to -3 diopter ആണ്. അപ്പം 7 - 3 is equal to നമുക്ക് എന്ത് കിട്ടും? 4 diopter എന്ന് കിട്ടും. ഓക്കെ, പവർ അപ്പൊ 4 diopter. നമുക്ക് പവർ ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് therefore focal length of the combination എങ്ങനെ കണ്ടെടുക്കുക? പവർ നമ്മൾ പറഞ്ഞു, ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ, അല്ലെങ്കിൽ പവറിന്റെ റെസിപ്രോക്കൽ ആണ് ഫോക്കൽ ലെങ്ത്. സോ എന്താണ്? F is equal to 1/P എന്ന് എഴുതാം, which is equal to എന്ത് വരും? 1/4, which can be written as 1/4 അല്ലേ? ഓക്കെ, 0.25 centimeter, which is 0.25 meter ആയിരിക്കും, which can also be written as in terms of centimeter, it will be 25 centimeter. So that will be the power of the അല്ലെങ്കിൽ focal length of the combination of lenses. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ ഡി +25. ഓക്കെ, +25 ആണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് എന്ത് നമുക്ക് ഒരു കോമ്പിനേഷൻ ഓഫ് ലെൻസസിന്റെ പവർ തന്ന ഫോക്കൽ ലെങ്ത് എന്ന് കണ്ടുപിടിക്കുക. അപ്പൊ എന്താണ്? പവർ ക്യാൻ ബി ആഡഡ്. കോമ്പിനേഷന്റെ പവർ അല്ലെങ്കിൽ നെറ്റ് പവറിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ഫോക്കൽ ലെങ്ത്തും കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ സെന്റിമീറ്റർ നമുക്ക് പവർ വരെ മീറ്ററിലാണ്, പിന്നെ നമ്മൾ സെന്റിമീറ്റർ കൺവേർട്ട് ചെയ്യണം, കാരണം നമ്മുടെ ആൻസേഴ്സ് ഫുള്ള് സെന്റിമീറ്ററിലായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. So two thin lenses of power +4 diopter and -2 diopter are in contact. The focal length of the combination. Again, same type of question ആണ്. അപ്പോൾ ഞാൻ നേരെ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അതിന്റെ തിയറം. അപ്പോൾ given അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. So given P1 is equal to എന്താണ്? +4 diopter and P2 is equal to എന്താണ്? -2 diopter. ഇനി പവർ total power of the combination lines P is equal to എന്തായിരിക്കും? P1 plus P2 എന്നായിരിക്കും, which is equal to 4 plus -2, which is equal to എന്ത് വരും? -2 എന്ന് വരും അല്ലേ? 2 diopter എന്ന് വരും. Hence എന്താണ്? ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ എന്ന് പറയുന്നത് F is equal to 1/P എന്ന് വരും, which is equal to 1/2 എന്ന് പറയുമ്പോൾ 0.5 മീറ്റർ. again നമുക്ക് സെന്റിമീറ്റർ ആക്കാം, പവർ എപ്പോൾ നമ്മൾ സെന്റിമീറ്റർ ആക്കും. സോ ഇറ്റ് വിൽ ബി 50 സെന്റിമീറ്റർ. ഓക്കെ, 50 സെന്റിമീറ്റർ എന്നാണ് നിങ്ങൾക്ക് പവറിന്റെ ആൻസർ കിട്ടുക.
Okay, so the focal length of the combination will be plus 50 centimeter. Okay, പവറിന്റെ കേസിൽ പ്ലസും മൈനസും എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ പ്ലസും മൈനസും ഫൈനൽ ആൻസറിൽ എപ്പോഴും എഴുതുക. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ കാണാം. നമ്മൾ നേരത്തെ ചെയ്തത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുക? Now let's move on to the next question. Question is, if the refractive index of the material of the prism is 1.49, find the critical angle of the prism. Critical angle എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിൽ പഠിക്കുന്ന സാധനമല്ലേ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ നമുക്ക് തന്നിട്ട് എന്താണ്? The given is the refractive index of the prism. അപ്പം let's consider that as n. Okay, n ആയിട്ട് കൺസിഡർ ചെയ്യാം. That is 1.49. ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എ എന്താണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താണ് തീറ്റ സി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സൈൻ ഓഫ് തീറ്റ സി നമ്മൾ പറയാം. സൈൻ ഓഫ് തീറ്റ സി ഇസ് ഈക്വൽ ടു എന്താണ് 1/n എന്നാണ് അല്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? 1/n. അപ്പൊ ഇവിടെ n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്ത് മെറ്റീരിയൽ ആണോ അത്. അപ്പോൾ ഇവിടെ പ്രിസം ആണ്, n is equal to 1.49. സോ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. സൈൻ തീറ്റ സി is equal to 1/1.49 എന്ന് കിട്ടും, which can be written as എന്താണ് 0.6711 എന്നാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, 0.6711. അങ്ങനെയാണെങ്കിൽ തീറ്റ സി അതാണ് ക്രിട്ടിക്കൽ ആംഗിൾ. തീറ്റ സി വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 0.6711. ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 42.155 ആയിരിക്കും. കറക്റ്റ് കിട്ടുക അത്രയ്ക്കാണ് 42.155. ഇത് നമുക്ക് റൗണ്ട് ചെയ്ത് കണ്ട് 42.16 എന്താണ് തീറ്റാസി ആണ്. അപ്പം ഡിഗ്രി എഴുതാം. ഓക്കെ, അപ്പൊ അതായിരിക്കും ആൻസർ വരിക. ക്ലിയർ അല്ലേ? അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം എന്നാൽ നമുക്ക് ക്രിട്ടിക്കൽ ആംഗിൾ എങ്ങനെ കണ്ടെടുക്കുക? സൈൻ ഇൻവേഴ്സ് അല്ലെങ്കിൽ തീറ്റ നോട്ട് അല്ലെങ്കിൽ തീറ്റ സി ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 1/n, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും സൈൻ തീറ്റ സി ഇസ് ഈക്വൽ ടു 1/n. അപ്പൊ n-ന്റെ അവിടെ എന്താണ് നമുക്ക് തന്ന വാല്യൂ എഴുതിയാൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിൾ അല്ലേ? ഓക്കെ, so let's move on to the next question. The magnification of a compound microscope is 20. The focal length of the eyepiece is 5 cm and the image is formed near point 25 cm. We need to find the magnification of an objective lens. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. അപ്പോൾ അവിടെ മാഗ്നിഫിക്കേഷൻ എന്താണ്? ഐപീസിന്റെ കാരണം കൊണ്ടുണ്ടാവും, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ കാരണം കൊണ്ടുണ്ടാവും. നമ്മൾ പറഞ്ഞതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് തരുമ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് എന്താണ് ബോത്ത് ഓഫ് ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ലെൻസസ് ആണ്, ഇൻഡിവിജ്വൽ മാഗ്നിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചും കണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഗിവൺ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നിൽക്കുന്ന m is equal to 20 എന്നായിട്ട്. പിന്നെ പറഞ്ഞ എന്താ? ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ഈസ് 5 cm. അപ്പൊ എന്താ ഫോക്കൽ ലെങ്ത് FP എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ആണ്. 5 cm ആണ് തന്നിരിക്കുന്നത്. പിന്നെ ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് നിയർ പോയിന്റ്. നിയർ പോയിന്റ് പറയുമ്പോൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, അതാണ് D, ക്യാപിറ്റൽ D ആയിട്ടാണ് നമ്മൾ ഇതാക്കുക. അത് 25 cm ആണെന്ന് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചാൽ എന്താണ്? ഫൈൻഡ് ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ m തന്നിരിക്കുന്നത്, പിന്നെ FED എന്നൊക്കെ. നമുക്ക് ആദ്യം നമുക്ക് എന്താ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഐ പീസ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഐ പീസ്. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഐ പീസ് എന്ത് വരും? ME എന്നാണ് ഡിമോണ്ട് അല്ലേ? ME ഇവിടെ എന്താണ്? ഇമേജ് ഈസ് ഫോംഡ് അറ്റ് നിയർ പോയിന്റ് എന്ന് പറയും. നിയർ പോയിന്റ് ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഇമേജ് ഈസ് അറ്റ് നിയർ പോയിന്റ് എന്താണ്? 1 plus D/FE എന്നാണ് ഇക്വേഷൻ. സോ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് വരും? ME is equal to 1/D എന്താണ്? 25 ആണ്. FE എന്ന 5 ആണ്. സോ ദിസ് വിൽ ബിക്കം 1 plus 5 which is equal to 6 എന്ന് കിട്ടും. അപ്പൊ ME നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ME എന്നോ M തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് M ആണ് കാണേണ്ടത്. ഹെൻസ് വി ക്യാൻ സേ ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് M is equal to എന്താണ്? MO into ME. ഇതിൽ നമുക്ക് എന്താണ് വേണ്ടത്? MO ആണ് വേണ്ടത്. MO is equal to M/ME. M എന്താണ്? 20 ആണ്. ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. സോ ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഒബ്ജക്റ്റീവ് ലെൻസ് is 3.33 എന്ന് വരും ആൻസർ.
ഇതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളോട് ഇതിൽ ചോദിച്ചത് മാഗ്നിഫിക്കേഷൻ കോമൺ മൈക്രോസ്കോപ്പിന്റെ കേസാണ് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ നിന്നിട്ട് പിന്നെ നമുക്ക് എന്താ തന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ് വിഷൻ നിയർ പോയിന്റിന്റെ ഡിസ്റ്റൻസ് നിന്നിട്ട് അതേപോലെ ഫോക്കൽ ലെങ്ത് എന്തിന്റെ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് നിൽക്കുന്നത്. അപ്പം ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് അതേപോലെ ഡിസ്റ്റിങ് വിഷന്റെ നിയർ പോയിന്റിന്റെ വെച്ചുകൊണ്ട് നമുക്ക് എന്താണ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് കണ്ടുപിടിക്കാൻ പറ്റും. മാഗ്നിഫിക്കേഷൻ ഓഫ് ഐ പീസ് കണ്ടുപിടിച്ചാൽ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻടു മാഗ്നിഫിക്കേഷൻ ഓഫ് എന്താണ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിഫിക്കേഷൻ ഡ്യൂ ടു ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് മാഗ്നിഫിക്കേഷൻ ഡ്യൂ ടു ഐ പീസ്. അതിൽ നിന്ന് മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഡിവൈഡഡ് ബൈ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഐ പീസ് എന്നാണ്, വിച്ച് ഇസ് 20/6 which is equal to 3.33 എന്നാണ് മാഗ്നിഫിക്കേഷൻ കിട്ടുക. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ. So let's move on to the next one. A small telescope has an objective of focal length 144 centimeter and an eyepiece of focal length 6 centimeter. What is the magnifying power of the telescope? What is the separation between the objective and eyepiece? First, ഒരു സ്മോൾ ടെലസ്കോപ്പ് ഉണ്ട്, റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതിന് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് 144 സെന്റിമീറ്ററും ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ് മാഗ്നിഫൈങ് പവർ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, മാഗ്നിഫൈങ് പവർ എന്നാണ് ചോദിച്ചത്. അതേപോലെ തന്നെ എന്താണ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഐ പീസും ഫോക്കൽ ലെങ്തും ചോദിച്ചിരിക്കുന്നത്. സോ ഗിവൺ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഗിവൺ ഫോക്കൽ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസ് അത് FO എന്നായിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. FO is equal to എന്താ 144 സെന്റിമീറ്റർ. പിന്നെ ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് FE ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സോ FE is equal to എന്താണ് 6 സെന്റിമീറ്റർ. ഓക്കെ, 6 സെന്റിമീറ്റർ ആണ് തന്നിട്ട് നമുക്ക് എന്താ മാഗ്നിഫൈങ് പവർ ആണ് കണ്ടത്. സോ മാഗ്നിഫൈങ് പവർ M is equal to എന്ത് വരും? FO divided by FE എന്ന് വരും. That is equal to 144 divided by 6. 144 by 6 എന്താണ് നിങ്ങൾ ചെയ്യാൻ കിട്ടുക? 24 എന്നാണ് കിട്ടുക. അപ്പൊ മാഗ്നിഫൈങ് പവർ അത്രയും വലുതായിട്ട് 24 എന്നാണ് കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ തീർന്നോ? ഇല്ല. നമ്മളോട് വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് എന്താണ് ഐ പീസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് കണ്ടുപിടിക്കണം. സോ separation between objective and eyepiece, objective lens and eyepiece എന്ന് പറയുന്നതിനെ നമ്മൾ L എന്ന് വിളിക്കും അല്ലേ? ലെങ്ത് ഓഫ് ദി ട്യൂബ് ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പ് L is equal to എന്താണ് നമുക്കറിയാം FO plus FE എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ? സോ L is equal to FO plus FE എന്നാണ്, which is equal to 144 plus 6 which is equal to നമുക്ക് എന്ത് കിട്ടും? 150 സെന്റിമീറ്റർ എന്ന് വരും. അപ്പം സെപ്പറേഷൻ എത്രയാണ്? 150 സെന്റിമീറ്റർ എന്ന് വരും. അപ്പൊ ടെലസ്കോപ്പിന്റെ കേസിൽ നമ്മൾ എങ്ങനെ മാഗ്നിഫൈങ് പവർ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ടു ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഐ പീസ്. ദാറ്റ് ഈസ് M is equal to FO by FE എന്നാണ്. പിന്നെ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ചോദിച്ചിരുന്നു. അതെന്താണ്? ലെങ്ത് L എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ അതാണ് ട്യൂബ് ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പ് എന്നും പറയുന്നത്. ട്യൂബ് ലെങ്ത് ഓഫ് ദി ടെലസ്കോപ്പ് ഈസ് ദ സം ഓഫ് ദി ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസ് ആൻഡ് ദി ഒബ്ജക്റ്റീവ് FO plus FE which is equal to 150 centimeter. അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ. So now let's move on to the next question. A thin prism is having angle of prism 4 degree, having an angle of the prism 4 degree and the refractive index 1.5. Find the angle of the minimum deviation of thin prism. അപ്പോൾ എന്താണ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിരിക്കണം നോക്കാം. സോ ഗിവൺ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? ആംഗിൾ ഓഫ് ദ പ്രിസം ഇസ് 4 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കണേ. അതേപോലെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം 1.5 ആണ്. ഇനി നമ്മളോട് ചോദിച്ചത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഫോർ തിൻ പ്രിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ എ സ്മോൾ ആംഗിൾ പ്രിസം അല്ലെങ്കിൽ തിൻ പ്രിസം എന്താണ്? ഫോർ എ തിൻ പ്രിസം എന്ന് പറയാം. ഫോർ തിൻ പ്രിസം അല്ലെങ്കിൽ സ്മോൾ ആംഗിൾ പ്രിസം രണ്ടും സെയിം ആണ്. സോ ഫോർ എ തിൻ പ്രിസം എന്താണ്? മിനിമം ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? A into n-1 എന്നാണ്. ഓക്കെ, A into n-1 where A is the angle of the prism and n is the refractive index. So delta is equal to മിനിമം ഡീവിയേഷൻ ആണ്. നമ്മൾ DM എന്ന് ഡിനോട്ട് ചെയ്തത് നല്ലത്. DM A എന്തായിരുന്നു? 4 1 പിന്നെ ഇൻറ്റു 1.5 - 1 which is equal to 4 into
0.5 എന്ന് വരും. സോ therefore dm is equal to എന്ത് വരും 4 into 0.5 എന്ന് പറഞ്ഞാൽ 4/2 which is equal to 2 degree എന്ന് വരും. So that minimum deviation angle of minimum deviation for this thin prism is 2 degree. Clear അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് നമുക്ക് ഒരു പ്രിസത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതേപോലെ ആംഗിളും തന്നാൽ മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ അതായത് dm is equal to a into n-1 എന്നാണ്. ക്ലിയർ അല്ലേ? Okay, now let's move on to the next question. A convex lens of focal length f is placed in the medium of refractive index equal to that of lens. What happens to its focal length? അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് എന്നിട്ട് അതിന്റെ ഫോക്കൽ ലെങ്ത് f ആണ്. It is placed in a medium of refractive index equal to that of the lens. അപ്പോൾ refractive index of the lensഉം refractive index of the medium രണ്ടും സെയിം ആണ്. അങ്ങനെ ആവുമ്പോൾ എന്താണ് what happens to the focal length എന്നാണ് ചോദിച്ചത്. So here എന്താണ് n1 is equal to n2 ആണ്. n1 is equal to n2 refractive index of the lensഉം refractive index of the medium surrounding medium സെയിം ആണ്. അങ്ങനെയാണ് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്യുക. സോ 1/f is equal to എന്തായിരുന്നു n2/n1 minus 1 into 1/r1 minus 1/r2 എന്ന് വരും, which is equal to n2/n1 സെയിം ആണെങ്കിൽ എന്താണ് അത് 1 വരില്ലേ. സോ 1 minus 1 into 1/r1 minus 1/r2 എന്ന് വരും, which gives 1/f is equal to എന്ത് വരും 0 എന്ന് വരും. ശരിയല്ലേ? 1 minus 1 is 0. 0 into എന്തായാലും എന്താ 0 ആണ്. സോ 1/f 0 എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? that gives എന്താണ് ഫോക്കൽ ലെങ്ത് is infinite. എന്താണ് ഫോക്കൽ ലെങ്ത് is infinite. അപ്പോൾ 1/f 0 ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ത് വരും ഇൻഫൈനൈറ്റ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത് കൂടി പറയാം. നമുക്ക് എന്താണ് കോൺവെക്സ് ലെൻസ് തന്നിക്കണേ, അതിന്റെ ഫോക്കൽ ലെങ്ത് എഫ് ആണെന്ന് പറഞ്ഞേ. ഇത് ഈ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അത് വെച്ചിട്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അതിന് അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എന്താണ് അതിന്റെ ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ moving on to the next question. A small telescope has an objective lens of focal length 140 cm and eyepiece of focal length 5 cm. What is the magnifying power of the telescope for viewing distant objects when the telescope is in normal adjustment എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? given എന്താണ് FO is equal to 140 cm എന്നും FE is equal to എന്താണ് 5 cm എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മാഗ്നിഫൈങ് പവറാണ് കണ്ടത്. മാഗ്നിഫൈങ് പവർ m is equal to എന്താണ് FO/FE എന്നാണ്. ഓക്കെ, സോ FO എന്ന് പറഞ്ഞാൽ 140, FE എന്ന് പറഞ്ഞാൽ 5. സോ that will give us എന്താണ് 28 എന്നായിരിക്കും. ഓക്കെ, the magnifying power is 28 എന്നായിരിക്കും. ക്ലിയർ അല്ലേ? Magnifying power is 28 എന്നായിരിക്കും. ഓക്കെ, so that will be the answer. Let's move on to the next question. That is, light from a point source in air falls on a spherical glass surface. N is equal to 1.5 and radius of curvature is 20 cm. The image is formed at a distance 100 cm from the glass surface in the direction of the incident light. What is the distance of the light source? അപ്പോൾ നമുക്ക് എന്താണ് refractive index തന്നിരിക്കുന്നത്, radius of curvature തന്നിരിക്കുന്നത് and എന്താണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്, ഇമേജ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സോ ഗിവൺ കണ്ടീഷൻസ് ഫസ്റ്റ് എഴുതാം. So given n is equal to 1.5 എന്ന് വരും, radius of curvature r is equal to 20 cm, then image distance v is equal to 100 cm. ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവ് ആണ്. നമുക്ക് റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസ് ആണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് പോസിറ്റീവ് ആയിരിക്കും, അതേപോലെ വിയും പോസിറ്റീവ് ആയിരിക്കും. സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ, റേ ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിരിക്കണേ? എന്താണ് n2/v minus n1/u is equal to n2 minus n1/r എന്നാണ്. ഓക്കെ, സോ n2 എന്താണ് n2 ഇവിടെ 1ഉം n2 1.5ഉം പിന്നെ എയർ ആണ്. അപ്പൊ n1 1 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ n2 is 1.5/100 മൈനസ് n1 1 ആണ്. u എന്ന് പറഞ്ഞാൽ u ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ
എന്താണ് 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ r എന്തായിരുന്നു 20 സെന്റിമീറ്റർ അല്ലെ 20 സെന്റിമീറ്റർ. സോ വി വിൽ ഗെറ്റ് എന്താണ് അപ്പം 1/u ഇസ് ഈക്വൽ ടു എന്താണ് ഇത് 0.5/20 എന്ന് കിട്ടും. പിന്നെ ഇതിനെ നമ്മൾ അല്ല ഓക്കെ. സോ ഇവിടെ എന്താണ് 1/u ആണ് നമുക്ക് ഇവിടെ വേണ്ടത് അല്ലെ 1/u ആണ് വേണ്ടത്. സോ നമുക്ക് ഇതിനെ ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിടാം. സോ ഇറ്റ് വുഡ് ബിക്കം 1.5/100 മൈനസ് 0.5/20 എന്ന് വരും. ഓക്കെ. സോ ദിസ് വിൽ ഗിവ് അസ് ഇതിന്റെ LCM എടുക്കുമ്പോൾ 2 100 ഒക്കെ 100 ആക്കണം. 100 ഡിനോമിനേറ്റർ രണ്ടും 100 ആക്കണം. സോ ഇവിടെ 100 ഉണ്ട്. 20 into 5 ആണ്. അപ്പം 1.5 മൈനസ് 2.5 എന്ന് വരും, which divided by 100 എന്ന് വരും, which is equal to എന്ത് വരും minus 1/100. 1/u is equal to minus 1/100 എന്ന് പറഞ്ഞാൽ therefore we can write എന്താണ് u is equal to എന്താണ് minus 100 centimeter. u is equal to minus 100 centimeter എന്നാണ് കിട്ടുക. നമ്മൾ റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് n2/v minus n1/u equal to n2 minus n1/r എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് കണ്ടുപിടിച്ചത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചത്. ക്ലിയർ അല്ലേ? ഓക്കെ. So now let's move on to the next question. A prism has a refracting angle 60 degree. An instrument is used to find the refractive index of the material of the prism. It is found that the prism has a minimum deviation of 37 degree when placed in air. First part, that is which instrument can be used to find the refractive index of the material of the prism. Second part, find the refractive index of the material of prism. Third question is if the prism is completely if the prism is completely immersed in water, find its angle of minimum deviation. Given refractive index of water is equal to 1.33. അപ്പോൾ നമുക്ക് part ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ question നോക്കാം. So prism has a refracting angle 60 degree. So we can write first that. So angle of prism given angle of prism is equal to എന്താണ് 60 degree. പിന്നെ നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ തന്നിരിക്കണം. ഓക്കെ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ തന്നിരിക്കണം. സോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്തായിരുന്നു DM എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. DM is equal to 37 degree ആണ്. ഓക്കെ, അത് രണ്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് which instrument can be used to find the refractive index of the material of the prism? ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് സ്പെക്ട്രോമീറ്റർ. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. which instrument? That is called the spectrometer. So spectrometer വെച്ചാണ് ഇന്ന് പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, then second part നമുക്ക് നോക്കാം. സെക്കൻഡ് പാർട്ട് എന്ന് ചോദിച്ചത് find the refractive index of the material of the prism. Refractive index കണ്ടുപിടിക്കാനാണ് സെക്കൻഡ് പാർട്ട് ചോദിച്ചത്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമുക്ക് ഇക്വേഷൻ അറിയാൻ എന്താണ് n is equal to എന്തായിരുന്നു n is equal to sin of a plus dm by 2 divided by sin of a by 2 എന്നാണ്. ശരിയല്ലേ? സോ this will become n is equal to എന്ത് വരും sin of a plus t 60 plus 37 divided by 2 divided by sin of 60 by 2 എന്ന് വരും. So that will give us sin of 60 plus 37 by 2 ആണ് 48.5 എന്നായിരിക്കും divided by sin 30 degree. Okay, so sin 48.5 divided by sin 30 എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടേണ്ടത്. എന്താണ് sin 48.5 ന്റെ വാല്യൂ പറഞ്ഞാൽ 0.478 ആയിരിക്കും ഇൻറ്റു പിന്നെ sin 30 പറഞ്ഞാൽ 0.5 ആണ്. അപ്പൊ 0.5 നമുക്ക് ഇൻറ്റു 2 എന്ന് എഴുതാം. സോ ദ ആൻസർ വിൽ ബി എത്രയാണ് 1.496 എന്നാണ്. ഓക്കെ, 1.496 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. നിങ്ങൾക്ക് ഇത് അഗെയിൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് ചെക്ക് ചെയ്ത് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നൗ തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ പ്രിസം ഇസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഫസ്റ്റ് കേസിൽ എന്താണ് പ്രിസം ഇസ് ഇൻ എയർ എന്നാണ്. പക്ഷെ വാട്ടറിൽ പ്രിസം ഇതാക്കുകയാണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാട്ടർ തന്നിരിക്കണേ. അപ്പൊ അതിൽ നമ്മൾ എന്താണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കുകയാണ് പറഞ്ഞത്.
അപ്പൊ ആദ്യം നമ്മൾ എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. വാട്ടറിലാണ് എന്താണ് ഈ പ്രിസം മുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിച്ചാൽ എന്താണ് അതിന്റെ ടോട്ടൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണും. അതിന് നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാം. കാരണം ആംഗിൾ ഓഫ് പ്രിസം മാറില്ല അതിൽ വെച്ചാലും. അപ്പൊ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ DM കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് C ആണ് ഇതിലെ പാർട്ട് C. when immersed in water, the relative refractive index of the prism, when immersed in water, the relative refractive index of the prism with respect to water. വാട്ടറിന്റെ ഇടയിലുള്ള റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, രണ്ട് മീഡിയത്തിന്റെ ഇടയിലുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എന്താണ് വാട്ടർ എന്തായിരിക്കും? N റിലേറ്റീവ് REL എന്നുള്ളത് എന്തായിരിക്കും? N prism ഡിവൈഡഡ് ബൈ N ഓഫ് വാട്ടർ. പ്രിസത്തിന് നമ്മൾ കണ്ടുപിടിച്ചത് 1.496 എന്ന് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ 1.33 എന്ന് എടുക്കും. ഓക്കെ, സോ ദാറ്റ് വിൽ ഗിവ് യു 1. അതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുക 1.126 ആയിരിക്കും. ഓക്കെ, 1.126 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ N റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഹിയർ N relative refractive index is equal to എന്താണ് sin of A plus dm by 2 divided by sin of A by 2. അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് കാണുന്നത് dm ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് എന്താണ് sin of A plus dm by 2 is equal to NREL relative refractive index into sin of A by 2 എന്ന് പറയാം. So that will give us sin of A plus dm by 2 is equal to എന്താണ് 1.126 into sin 30 എന്ന് വരും. 1.126 into sin 30 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടത്? sin 30 പറഞ്ഞാൽ 0.5 ആണല്ലേ? സോ എന്ത് കിട്ടും? ദാറ്റ് ഗിവ്സ് എന്താണ് sin of A plus dm by 2 is equal to നിങ്ങൾക്ക് ചെയ്ത് കിട്ടുക 0.563 ആണ്. സോ ദാറ്റ് വിൽ ഗിവ് us A plus dm by 2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? sin inverse of 0.563. അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 34.27 ഡിഗ്രി എന്നായിരിക്കും. 27 ഡിഗ്രി എന്നായിരിക്കും. സോ ദാറ്റ് വിൽ ഗിവ് us A plus dm is equal to 2 into 37.27 degree, which is equal to 68.54 degree എന്നായിരിക്കും. So that will give us dm എന്ന് പറയുന്നത് എന്തായിരിക്കും? 68.54 degree minus A. So that is equal to 68.54 degree. A എന്താണ്? minus 60 degree. minus 60 degree. So therefore angle of minimum deviation when the prism is immersed in the water is equal to 8.54 degree എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതായിരിക്കും ആൻസർ വരിക. ഓക്കെ, സോ അങ്ങനെ എന്താണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ചെയ്തത്? നമുക്കൊന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്താണ് നമുക്ക് പ്രിസം തന്നിട്ട് അതിന്റെ റിഫ്രാക്റ്റീവ് ആംഗിൾ ആംഗിൾ ഓഫ് പ്രിസം തന്നിട്ട് 60 ഡിഗ്രി ആണ്. പിന്നെ മിനിമം ഡീവിയേഷൻ തന്നിട്ട് ആൻഡ് എന്താണ് ഫസ്റ്റ് വെച്ചത് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് ആ ഇൻസ്ട്രുമെന്റ് പേര് എന്താണെന്ന് ചോദിച്ചത് വിച്ച് ഇൻസ്ട്രുമെന്റ് ഇറ്റ്സ് കോൾഡ് സ്പെക്ട്രോമീറ്റർ. പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് റിഫ്രാക്റ്റീവ് ആംഗിളും അതേപോലെ മിനിമം ഡീവിയേഷൻ ആംഗിളും തന്നാൽ നമുക്ക് എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റും അതൊന്ന് പാർട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ ചോദിച്ചത് അതാണ് ആ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതാണ്. ഓക്കെ, പക്ഷേ ആ പ്രിസത്തിനെ നമ്മളൊരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ അവിടെ എന്താണ് മിനിമം ഡീവിയേഷൻ ചേഞ്ച് എന്താണ് മിനിമം ഡീവിയേഷൻ എത്രയാണ് വരിക എന്നുള്ളതാണ് ചോദിച്ചത്. 37 ഡിഗ്രി ഉള്ളത് എത്ര കുറയും എത്ര കൂടും എന്നുള്ളതാണ് ചോദിച്ചത്. അതിന്റെ മെഷർ അല്ല, ജസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പം അതെന്താണ് നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറ്റും. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ
then the relative refractive index is the refractive index of the prism with respect to the water. So n prism divided by n water 1.496 divided by 1.33 1.126 അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് എന്താണ് നമുക്ക് ഓൾറെഡി പ്രിസത്തിന്റെ ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം sin of a plus dm by 2 divided by sin a by 2. അതിൽ നിന്ന് നമുക്ക് എന്താണ് dm കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്ലിയർ അല്ലേ? So now let's move on to the next one. A convex lens and a concave lens, each of focal length 10 cm are given. Which lens will produce images of magnification greater than 1 and less than 1? Okay, second part, if these two lenses are kept in contact, what will be the effective power? And third question, the optic axis of a lens is the x-axis. Okay, the optic axis of the lens is an x-axis. The coordinates of the point object and image are, point object coordinates are minus 30 cm 1 cm and image in the coordinates are 10 cm minus 1 cm respectively. Find the position of the lens from the origin. Find the position of the lens from the origin. First, break down. First, convex lens and concave lens. Random focal length 10 cm. So, given convex lens in the focal length എന്ന് പറഞ്ഞാൽ എന്താണ് 10 സെന്റിമീറ്റർ ആണ്. പക്ഷേ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും അക്കോർഡിംഗ് ടു സൈൻ കൺവെൻഷൻ. കോൺകേവ് ലെൻസിന്റെ കേസിലോ നെഗറ്റീവ് ആയിരിക്കും. ആ ഒരു കാര്യം മറക്കരുത്. സൈൻ കൺവെൻഷൻ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പം കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും കോൺകേവ് ലെൻസിന്റെ കേസിൽ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഫോക്കൽ ലെങ്ത് ഓഫ് എ കൺവേർജിംഗ് ലെൻസ് ഈസ് പോസിറ്റീവ്, ഫോക്കൽ ലെങ്ത് ഓഫ് എ ഡൈവേർജിംഗ് ലെൻസ് ഈസ് നെഗറ്റീവ്. കോൺവെക്സ് ലെൻസ് ഒരു കൺവേർജിംഗ് ലെൻസ് ആണ്, അപ്പൊ അതിന്റെ പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ഒരു നെഗറ്റീവ് ലെൻസ് ആണ്, അപ്പൊ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി മാഗ്നിഫിക്കേഷന്റെ കേസിൽ പറയുകയാണെങ്കിൽ കോൺവെക്സ് ലെൻസിൽ അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ m can be greater than 1 or less than 1 depending upon object. M can be greater than 1 or less than 1. പക്ഷെ concave lensന് m is always less than 1. Okay, m is always less than 1 ആയിരിക്കും. So അപ്പം നമുക്ക് ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചത്? ഫസ്റ്റ് പാർട്ട് വിച്ച് ലെൻസ് വിൽ പ്രൊഡ്യൂസ് ഇമേജ് മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 എന്തായാലും എന്താണ് കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, കോൺവെക്സ് ലെൻസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പിന്നെ എന്താണ് വിച്ച് വിൽ പ്രൊഡ്യൂസ് മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1. ലെസ് ദാൻ 1 എന്തായിരിക്കും? കോൺകേവ് ലെൻസ് ആയിരിക്കും. ഓക്കെ, കോൺകേവ് ലെൻസ്. ഇനി ബി പാർട്ട് എന്താ ചോദിച്ചത്? If these two lenses are kept in contact, what will be the effective power? അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഫോക്കൽ ലെങ്ത് എന്തെങ്കിലും പവർ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്താ കണ്ടിരിക്കും? 1/f is equal to എന്ത് വരും? 1/f1. Let's call this f1 and f2. So 1/f1 plus 1/f2. So this is equal to 1/10 plus 1/-10. So that will be equal to 0. ഇത് രണ്ടും 0 അല്ലേ വരിക? കാരണം 1/10 minus 1/10 വരുമ്പോൾ 0 വരും. അപ്പോൾ 1/f 0 ആണ്. അപ്പം എന്ത് വരും? ഇവിടെ ചോദിച്ചത് വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് പവർ എന്നാണ് ചോദിച്ചത് അല്ലേ? സോ ഇഫ് ദീസ് ടു ലെൻസസ് ആർ ഇൻ കോണ്ടാക്ട്, വാട്ട് വിൽ ബി ദി എഫക്റ്റീവ് പവർ? സോ പവർ ഇസ് 1/f power is equal to 1/f ആണ്. പവർ is equal to 0. പവർ is പവർ അല്ലെങ്കിൽ എഫക്റ്റീവ് പവർ ഇസ് 0 എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയായിരിക്കും നമുക്ക് പവർ കിട്ടുക. എഫക്റ്റീവ് പവർ 0 ആയിരിക്കും. ഇനി മൂന്നാമത്തത് തേർഡ് പാർട്ട് എന്താ? ഒപ്റ്റിക് ആക്സിസ് ഓഫ് ലെൻസ് ഈസ് ദ എക്സ് ആക്സിസ്. അപ്പൊ നമുക്ക് എക്സ് ആക്സിസ് ആണ് നമ്മുടെ ലെൻസിന്റെ ഒപ്റ്റിക് ആക്സിസ് നിൽക്കണേ. ദെൻ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഒബ്ജക്റ്റ് നിൽക്കണേ, ഇമേജ് നിൽക്കണേ. നമുക്ക് അതിന്റെ പൊസിഷൻ ഓഫ് ദ ലെൻസ് ഫ്രം ദി ഒറിജിൻ ആണ് ഉള്ളത്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ നോക്കുമ്പോൾ നമ്മളിത് എക്സ് ആക്സിസ് ആണ്, അതിൽ -30,1 ആണ്. അപ്പം എന്താണ് അതിന്റെ -30 ആണ് അതിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആൻഡ് 1 ആണ് അതിന്റെ ഹൈറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇമേജ് പോയിന്റ് പറഞ്ഞാൽ എന്തായിരുന്നു? 10 ആണ് അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ്. പിന്നെ -1 എന്ന് പറയുമ്പോൾ അത് ഇൻവേർട്ടഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. സോ പാർട്ട് സിയില് എന്താണ് ഒബ്ജക്ട് പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ് -30,1 സെന്റിമീറ്റർ എന്നാണ്. സോ ദാറ്റ് വിൽ ഗിവ് us എന്താണ് നമുക്കറിയാം, ലെറ്റ്സ് കോൾ ദാറ്റ് as XO എന്ന് പറയാം. XO is equal to -30 സെന്റിമീറ്റർ. അതേപോലെ എന്താണ് HO
ഓക്കെ HO എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എന്ന് എഴുതാം. സിമിലർലി ഇമേജ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? is 10, -1 centimeter. That will give us xi is equal to 10 centimeter എന്നും അതേപോലെ hi is equal to -1 centimeter എന്നും വരും. ഓക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ് മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് നോക്കാം. ഓക്കെ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് നോക്കാം. സോ m is equal to നമുക്കറിയാം hi/ho എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ അറിയാം. സോ hi/ho is equal to -1/1 which is equal to -1. മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്? നമുക്കെന്ന് വെച്ചത് പൊസിഷൻ ഓഫ് ദ ലെൻസ് ഫ്രം ദി ഒറിജിൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ അപ്പൊ പൊസിഷൻ ഓഫ് ദ ലെൻസ് ഫ്രം ദി ഒറിജിൻ പറഞ്ഞാൽ അപ്പൊ നമ്മൾ XL ഒരു ക്വാണ്ടിറ്റി എടുക്കുകയാണ്, അത് ലെൻസിന്റെ പൊസിഷൻ ആണ് അസ്യൂം ചെയ്യാണ്. ഓക്കെ ദാറ്റ് ഈസ് ഇഫ് നമുക്ക് പറയാൻ പറ്റും if XL is the lens position അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും XL ആണെന്നുള്ളത് U എന്ന് പറഞ്ഞ ഇമേജ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് XO - XL എന്നായിരിക്കും. സിമിലർലി എന്താണ് ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XI - XL എന്നായിരിക്കും. ഓക്കെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ XI - XL എന്നായിരിക്കും. ഓക്കെ അപ്പം അതാണ് ലെൻസ് ഒറിജിനൽ അല്ല, കറക്റ്റ് ഒറിജിനൽ അല്ല. ആ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. XL ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നൗ M നമുക്ക് -1 ആണ്, നമ്മൾ എന്താണ് ഹൈറ്റ് എന്ന് കണ്ടുപിടിച്ചോ. M is equal to -1. That will give us magnification of lens in the equation എന്താ പറയുക in terms of object distance and image distance എന്താണ് V/U എന്നാണ്. സോ V/U is equal to എന്ത് വരും? V/U is equal to -1. അപ്പോൾ വിന്റെ പകരം നമ്മൾ എന്ത് കൊണ്ടെടുക്കും? XI - XL എന്ന് കൊണ്ടെടുക്കും. ആൻഡ് യുവിന്റെ പകരം X0 - XL എന്ന് കൊടുക്കും. സോ -1. സോ ഇത് ഞാൻ ഈ ഡിനോമിനേറ്ററിൽ സാധനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ദാറ്റ് വിൽ ബിക്കം XI - XL is equal to minus of XO - XL എന്ന് വരും. ശരിയല്ലേ? സോ ദിസ് വിൽ ബിക്കം എന്താണ് -XO + XL എന്ന് വരും. -XO + XL. സോ നമുക്ക് കിട്ടുക that gives XI - XL is equal to XO + XL. സോ ഈ XL ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ XI അങ്ങോട്ട് കൊണ്ടുപോകും. സോ 2XL is equal to XI - XO എന്ന് പറയാം. സോ 2XL is equal to XI എന്തായിരുന്നു? XI എന്ന് പറഞ്ഞാൽ 10 ആയിരുന്നു. ദെൻ XI 10 ആയിരുന്നു മൈനസ് XO എന്ന് പറഞ്ഞാൽ 30 ആയിരുന്നു. ശരിയല്ലേ? XI is equal to 10, XO is equal to 30. So that will give us 2XL is equal to -20. So XL is equal to -10 centimeter. -10 centimeter. That will be the answer. So അങ്ങനെയൊക്കെ ആൻസർ വരിക. അപ്പൊ നമ്മളോട് ഫസ്റ്റ് പാർട്ട് നമ്മൾ എന്താണ് which lens will produce magnification greater than 1 convex lens less than 1 concave lens. അത് okay. But if these two lenses are kept in contact, what will be the effective power? Effective power എന്തായിരിക്കും? Power is 0. പിന്നെ നമുക്ക് എന്താണ് നമ്മളോട് ചോദിച്ചെന്താണ് ഒപ്റ്റിക് ആക്സിസ് ഓഫ് ദി ലെൻസ് എന്തെങ്കിലും. ഒപ്റ്റിക് ആക്സിസ് എവിടെയാണെന്നുള്ളത് X ആക്സിസിലാണ്. അതിലെ ഇമേജിന്റെ കോർഡിനേറ്റും അതേപോലെ ഒബ്ജക്റ്റിന്റെ കോർഡിനേറ്റും നിൽക്കുന്നത്. ഒബ്ജക്റ്റിന്റെ കോർഡിനേറ്റ് -30 സെന്റിമീറ്ററും 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ -30,1 ആൻഡ് ഇമേജിന്റെ 10,1. അപ്പോൾ എന്തൊക്കെയാണ് തരുന്നത്? അതിന്റെ എന്താണ് ഡിസ്റ്റൻസും അതേപോലെ ഹൈറ്റ്, അത് രണ്ടാണ് തരുന്നത്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് മാഗ്നിഫിക്കേഷൻ കണ്ടെടുക്കുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ നമ്മൾ എന്താണ് ഈ XO പറഞ്ഞാൽ പൊസിഷൻ ഓഫ് ദ ലെൻസ് അല്ലെ XL പൊസിഷൻ ഓഫ് ദ ലെൻസ് കണ്ടുപിടിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, now let's move on to the next one. The radius of curvature of each face of a convex lens made of glass of refractive index 1.5 is 30 centimeter. Calculate the focal length of the lens in air എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇപ്പം ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ 2 റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവും. അപ്പോൾ R1 is equal to എന്തായിരിക്കും? 30 സെന്റിമീറ്ററും പിന്നെ R2 നമുക്കറിയാം സൈൻ കൺവെൻഷൻ പ്രകാരം
30 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഒന്ന് 30 സെന്റിമീറ്റർ, ഒന്ന് -30, രണ്ടും 30 സെന്റിമീറ്റർ ആണെങ്കിലും ഒന്നിന് സൈൻ കൺവെൻഷൻ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ R1 പോസിറ്റീവും R2 നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് അത് എന്തിക്കണേ n is equal to 1.5 എന്ന് തന്നിക്കണേ. ഓക്കെ, n is equal to 1.5 എന്ന് തന്നിക്കണേ. So we know the Lensmaker's formula 1/f is equal to എന്താണ് ഇവിടെ n2 ആണ് ഇത്, and n1 equal to air ആയതുകൊണ്ട് എങ്ങനെ എഴുതാം? So n2/n1 - 1 into 1/r1 - 1/r2 എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ Lensmaker's formula. നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. So 1/f will be given by n1 n2/n1 n1 1 ആയിട്ട് n2 നമുക്ക് മാത്രം എഴുതിയാൽ മതി. സോ അത് നമുക്ക് 1.5 - 1 എന്ന് വരും. ഓക്കെ, ഇൻറ്റു 1/30 മൈനസ് ഓഫ് -1/30 എന്ന് വരും, which is equal to 1/f into 0.5 into ഇവിടെ എന്ത് വരും 2/30 എന്ന് വരും അല്ലെ, 2/30 എന്ന് വരും. സോ ദാറ്റ് വിൽ ഗിവ് us f is equal to എന്തായിരിക്കും 30 സെന്റിമീറ്റർ എന്നാണ്. അങ്ങനെ 30 സെന്റിമീറ്റർ വന്നത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് അതിൽ? എങ്ങനെയാണ് വന്നത്? നമുക്ക് 0.5 പറഞ്ഞ എന്താണ് 1/2 ആണ്. ഓക്കെ, 0.5 പറഞ്ഞ 1/2 ആണ്. അപ്പം ഈ 2 ക്യാൻസൽ ആവും. പിന്നെ 1/f is equal to 30 പറയുമ്പോൾ എന്താണ് f is equal to 30 സെന്റിമീറ്റർ എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് എന്താണ് R1 R2 തന്നിക്കണേ, n2 തന്നിക്കണേ, n1 എയറിലാണ് വന്ന് ആ പ്രിസം വെച്ചിക്കണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് Lensmaker's formula, that is 1/f is equal to n2/n1 - 1 into 1 - r2 - 1/r1 - 1/r2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ അല്ലേ? സോ f is equal to 30 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് കിട്ടുക. Okay, so now let's move on to the next question. Consider refraction of light at a spherical surface separating two media of refractive indices n1 and n2 such that n2 is greater than n1. Let the first medium be air and the second medium be glass of refractive index 1.5. R of the spherical surface is 20 centimeter. An object is placed in air 100 centimeters from the glass surface. At what position is the image formed? Okay, അപ്പോൾ നമ്മളോട് ഇത് വലിയ ക്വസ്റ്റ്യൻ ആയി തോന്നാം, പക്ഷേ എന്താണ് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ് കണ്ടെടുക്കേണ്ടത്. ഓക്കെ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് ആണ് അത്. ഓക്കെ, ആൻഡ് n1 n2 ആണ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, n2 is greater than n1. ഓക്കെ, അത് ഓക്കെ. ഇനി നമുക്ക് തന്നിട്ട് ക്വാണ്ടിറ്റി എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ മീഡിയം എയർ ആണ്. എയർ ആകുമ്പോൾ n1 എന്തായിരിക്കും 1 ആയിരിക്കും. പിന്നെ ഗ്ലാസ് ആണ്, ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 1.5 ആണ്. പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിരിക്കുന്നത് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്റർ ആണ്. ആൻഡ് ലാസ്റ്റ് ആയത് എന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാണ് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് കാൽക്കുലേറ്റ് ഇറ്റ്. സോ ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെ തന്നിരിക്കുന്നത് നമുക്ക് n1 1 ആക്കി എടുക്കുക. സിൻസ് ഇറ്റ് ഇസ് എയർ n1 1 ആണ്, n2 എന്തായിരിക്കും 1.5 ആയിരിക്കും. ദെൻ r തന്നിരിക്കുന്നത് r is equal to plus 20 centimeter and u is equal to minus 100 centimeter എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് റിഫ്രാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ സർഫേസിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇമേജ് ഡിസ്റ്റൻസ് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. സോ റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫേസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n2/v minus n1/u is equal to n2 minus n1/r എന്നാണ്. സോ n2 എന്താണ് ഇവിടെ 1.5/v എന്താണിത്? v തന്നിക്കണോ? ഇല്ല, v തന്നിട്ടില്ല. സോ v is equal to n1 എന്ന് പറയുന്നത് 1 ആണ്, u എന്ന് പറയുന്നത് 100 ആണ്, -100 ആണ്. ഓക്കെ, സോറി. സോ n2/n1 എന്ന് പറഞ്ഞാൽ 1.5 - 1 divided by r എന്ന് പറഞ്ഞാൽ 20 എന്നാണ്. ഓക്കെ, സോ 1.5/v plus 1/100 is equal to 0.5/20 എന്ന് വരും. So 1.5/v is equal to 0.5/20 minus 1/100 എന്ന് വരും. സോ ഇത് നമുക്ക് എഴുതാൻ പറ്റുക ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇറ്റ് വുഡ് ബി എന്താണ് 2.5 minus 1/100 which is equal to നമുക്ക് അല്ലെങ്കിൽ നമുക്കിത് ഡെസിമൽ ആക്കാം സിമ്പിൾ ആയിട്ട്. 0.5/20 എന്ന് പറഞ്ഞാൽ 0.025
minus 0.01 എന്നായിരിക്കും. So V is equal to നമുക്ക് കിട്ടുക 1.5 divided by 0.015 എന്നായിരിക്കും. 0.015 എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 100 സെന്റിമീറ്റർ എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിന്റെ കേസാണ്, നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് കാണാൻ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ തന്നിട്ട് അത് വെച്ച് ചെയ്യാനുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 has a focal length 20 cm in air. Calculate the change in its focal length when immersed in the water of refractive index 4/3 എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് തന്ന കണ്ടീഷൻസ് ഒക്കെ എഴുതാം. ഗിവൺ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോൺവെക്സ് ലെൻസിൽ നിൽക്കുന്നത് N2 ആണ് അല്ലേ? N2 അല്ലെങ്കിൽ NG എന്ന് എഴുതാം. ഓക്കെ, ഗ്ലാസിന്റെ NG ഷുഡ് ബി 1.5. പിന്നെ ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത്, ഫോക്കൽ ലെങ്ത് ഇൻ എയർ ആണ് തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ. ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ തന്നിരിക്കുന്നത് വിച്ച് ഈസ് 4/3. അതവിടെ നിന്നോട്ടെ, 4/3 എന്നായിക്കോട്ടെ. ഇനി ഫസ്റ്റ് ഇതിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഇൻ എയർ എന്താണ് ഇത് നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ എയറിൽ എന്താണ് സംഭവിക്കുക നോക്കാം, എന്നിട്ട് നമുക്ക് ഇൻ വാട്ടർ എന്താണെന്ന് നോക്കാം. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻ എയർ 1/FA, ഫോക്കൽ ലെങ്ത് ഇൻ എയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? NG ബൈ എന്താണ് എയർ ആയതുകൊണ്ട് അവിടെ 1 ആണ്, അതുകൊണ്ട് ഞാൻ അത് എഴുതുന്നില്ല. ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/R1 മൈനസ് 1/R2 എന്ന് പറയാം. So that will give us 1/20 is equal to 1.5 minus 1 into 1/R1 minus 1/R2. ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 1/R1 minus 1/R2 എന്താണ് കണ്ടുപിടിക്കുക. ഓക്കെ, so that will give us എന്താണ് നമുക്ക് എന്താണ് 1/R1 minus 1/R2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 into 0.5 എന്നായിരിക്കും അല്ലെ? ശരിയല്ലേ? 1/R1 minus 1/R2 എന്ന് പറഞ്ഞാൽ 1/2 into 0.5 എന്നായിരിക്കും, which is equal to എന്താണ് 5/10. So 1/10 അല്ലെ? 1/10 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? 0.5 അല്ലേ? 20 into 0.5, 20 into 0.5 ആണ്. 20 into 0.5 which is equal to 1/10 സെന്റിമീറ്റർ ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ 1/10 സെന്റിമീറ്റർ ഇൻവേഴ്സ് എഴുതാം. ഓക്കെ, 1/10 സെന്റിമീറ്റർ. അപ്പൊ 1/R1 മൈനസ് 1/R2 നമുക്ക് 1/10 സെന്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടി. അതെന്തിലാണ്? ഇൻ എയർ ആണ്. ഇനി ഇൻ വാട്ടർ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ കോൺവെക്സ് ലെൻസ് ഫസ്റ്റ് എയറിൽ വെച്ചു, എന്നിട്ട് പിന്നെ വാട്ടറിൽ വെക്കുന്നത്. സോ ഇൻ വാട്ടർ നമുക്ക് എന്താണ് 1/F ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ ഇസ് ഈക്വൽ ടു എന്ത് വരും? NG by N water by minus 1 into 1/R1 minus 1/R2. ഇനി നമുക്ക് എന്താണ് ഫോക്കൽ ലെങ്ത് ആണ് കണ്ടിരിക്കുന്നത്. സോ 1/FV is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് പറഞ്ഞാൽ 1.5, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ പറഞ്ഞാൽ 4/3 മൈനസ് 1 ഇൻറ്റു എന്താണ് ഇത് 1/10 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്. അത് മാറില്ല അല്ലെ? അതിപ്പോ നമ്മൾ ഏതിൽ വെച്ചാലും നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ മാറോ ഇല്ല. സോ റേഡിയസ് ഓഫ് കർവേച്ചർ 1/10 ആണ്. സോ ദിസ് വിൽ ഗിവ് us എന്താണ് 1/FW is equal to, that is focal length in water is equal to, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 1.5 ഈ 3നെ നമ്മൾ മേലോട്ട് ഉണ്ടാവും. സോ അത് 4.5 ആവും. സോ 4.5 മൈനസ് 4 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും, ഇൻറ്റു 1/10 എന്ന് വരും. സോ 4.5 ഡിവൈഡഡ് ബൈ 4.5 ആണ് 1.5 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1/10 എന്ന് വരും. സോ ദാറ്റ് വിൽ ഗിവ് us F omega is equal to നിങ്ങൾക്ക് കിട്ടുക 1/F omega എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുക 0.125 into 1/10 എന്നാണ്. അപ്പം നമുക്ക് 1.5/4 നിങ്ങൾക്ക് 0.125 into 1/10 കിട്ടും. Therefore we can write F omega is equal to
10 divided by 0.125 ഇത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുക 80 സെന്റിമീറ്റർ എന്നാണ്. എന്താണ് 80 സെന്റിമീറ്റർ. അതായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഫോക്കൽ ലെങ്ത് ഇൻ വാട്ടർ കിട്ടുക. ക്ലിയർ അല്ലേ? ഓക്കെ. സോ നമ്മൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്, നമ്മളോട് ചോദിച്ചത് ഒരു കോൺവെക്സ് ലെൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഒരു കോൺവെക്സ് ലെൻസ്, എയറിൽ 20 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ. ഇനി അത് ആ ഫോക്കൽ കോൺവെക്സ് ലെൻസ് നമ്മൾ വാട്ടറിൽ ഇട്ട് വെച്ചാൽ അവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അതിന്റെ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് എന്താ കണ്ടുപിടിച്ച ഇൻ എയർ 1/r1 - 1/r2 എന്നുള്ള ടേം എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് സെയിം ആയിരിക്കും രണ്ടിലും. സോ അത് നമ്മൾ ഇൻ വാട്ടർ നമ്മൾ substitute ചെയ്തുകൊണ്ട് FW, that is focal length in water കണ്ടുപിടിച്ചു. Okay, clear അല്ലേ? Now let's move on to the next question. Last question, that is, in an object is placed at a distance of 70 centimeter from a convex mirror of focal length 45 centimeter. Okay, find the distance at which the image is formed. Image forming എവിടെയാണെന്ന് നോക്കണം, image distance കണ്ടുപിടിക്കണം. Then second part, then what is the magnification produced. Given quantities എന്തൊക്കെയാണ്? Given എന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് യു ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മിററിന്റെ കേസസിൽ എന്തായിരിക്കും നമുക്കറിയാം, സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് -70 എന്നായിരിക്കും. അതേപോലെ കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് നിൽക്കുന്ന F ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, -45 സെന്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ദ ഇമേജ് ഇസ് ഫോംഡ്, V കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം മിറർ ഫോമിൽ അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ 1/F is equal to 1/U plus 1/V എന്നാണ്. So that will give us 1/-45 is equal to 1/-70 plus 1/V എന്ന് വരും. So this will give us എന്താ കിട്ടുക, നമുക്ക് 1/V ഒരു സൈഡിലൊക്കെ, അപ്പൊ 1/V is equal to വരും, നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, 1/70 സോറി കോൺവെക്സ് മിറർ ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് എന്താണ്, നെഗറ്റീവ് അല്ല. കോൺവെക്സ് മിറർ ആകുമ്പോൾ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് അല്ല, ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്. എന്താണ് ഡിസ്റ്റൻസ്, ഒബ്ജക്ട് ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണ്, പക്ഷെ കോൺവെക്സ് മിറർ ആണ്. കോൺവെക്സ് മിറർ ആണെന്നുള്ളത് നോക്കിയിട്ടില്ലായിരുന്നു. കോൺവെക്സ് മിറർ ആകുമ്പോൾ എന്താണ് നമുക്ക് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ് കിട്ടുക. ഓക്കെ, പോസിറ്റീവ് 45 ആണ്, അപ്പോൾ ഇവിടെ കിട്ടും. സോ ദിസ് വിൽ ബിക്കം 1/70 പ്ലസ് 1/45. ഇത് മൈനസ് ആയിരുന്നു, മൈനസിന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആവും. സോ 1/V is equal to 1/70 plus 1/45 എന്ന് വരും. സോ 1/V is equal to എന്ത് കിട്ടും, equal to, അപ്പോൾ V is equal to, നമുക്ക് സിംപ്ലി V is equal to അറിയാം. That gives that V is equal to എന്താണ് 70 into 45 divided by 70 plus 45 എന്ന് വരും, which is equal to 3150 by 115 എന്നായിരിക്കും. സോ V is equal to നിങ്ങൾക്ക് കിട്ടുക 27.39 സെന്റിമീറ്റർ എന്നാണ്. സോ 27.39 സെന്റിമീറ്റർ പോസിറ്റീവ് ആണല്ലേ, പ്ലസ് ആണ്, പ്ലസ് 27.39 സെന്റിമീറ്റർ ആണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്, കോൺവെക്സ് കേസിന്റെ കേസിൽ ഇത് ബിഹൈൻഡ് ദ മിറർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് കിട്ടുന്നതാണ്, ബിഹൈൻഡ് ദ മിറർ ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും, ദ ഇമേജ് ഈസ് ഫോംഡ്, image is formed 27.39 centimeter behind the mirror എന്ന് നമ്മൾ എഴുതാൻ പറ്റും. കോൺവെക്സ് മിററിന്റെ നമുക്ക് അറിയാം, കോൺവെക്സ് മിററിന്റെ കേസിൽ ബിഹൈൻഡ് ദ മിറർ ആണ് നമുക്ക് ഇത് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ അതാണ് എന്ത് ഫസ്റ്റ് പാർട്ടിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് പാർട്ട് എന്തായിരിക്കും, സെക്കൻഡ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് പേജിൽ എഴുതാം, വെറുതെ നോക്കണ്ട. സോ സെക്കൻഡ് പാർട്ട് M is equal to, നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ M is equal to എന്താണ്, -V/U എന്നാണ് അല്ലെ, -V/U എന്നാണ്. സോ -V/U, സോ -27.39 ഡിവൈഡ് ബൈ U എന്തായിരുന്നു, -70 എന്നാണ്. സോ therefore M is equal to എന്തായിരിക്കും, 0.391. അപ്പൊ എന്താ 0.391 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല, അപ്പൊ എന്താണ് ഇമേജ് ഒരു എറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, 0.<1 ആകുമ്പോൾ അത് ഡിമിനിഷ്ഡ് ആയിരിക്കും, പക്ഷെ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് അത് ഇറക്റ്റ് ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഇമേജ് ഈസ് എറക്റ്റ്, ഡിമിനിഷ്ഡ്. അപ്പോ മാഗ്നിഫിക്കേഷൻ M എത്ര നമുക്ക് കിട്ടിയത്, 0.391 അത്രയാണ് കിട്ടിയത്. അതെന്താണ് നമ്മൾ അത് എന്താണ് നേച്ചർ എന്നുള്ളതും കൊണ്ട് പഠിച്ചത്. M <1 ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, അത്
ഡിമിനിഷ്ഡ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രേറ്റർ ദാൻ 1 ആയാലും അത് മാഗ്നിഫൈഡ് ആവുള്ളൂ. 0.391 എന്ന് പറയുമ്പോൾ അതെന്താണ് ഡിമിനിഷ്ഡ് ആണ്. പക്ഷെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് സൈൻ ഇല്ലാത്തതുകൊണ്ട് എന്താണ് അത് ഇൻവേർട്ടഡ് അല്ല, ഇറക്റ്റ് ആണ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അങ്ങനെ അതാണ് ഇപ്പോൾ ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽസ്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, റേ ഓപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ന്യൂമറിക്കൽസ് ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു 17-18 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. സോ അതിലാണ് മെയിൻ ആയിട്ട് നമുക്ക് എന്താണ് ഇക്വേഷൻസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മിറർ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, റിഫ്രാക്ഷൻ ത്രൂ സ്ഫെറിക്കൽ സർഫേസ്, അതേപോലെ പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആവാം, കോമൺ മൈക്രോസ്കോപ്പ് ആവാം, അതേപോലെ ടെലിസ്കോപ്പ്. ഇതിന് മൂന്നിന് മാഗ്നിഫൈങ് പവർന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഇക്വേഷൻസും അതേപോലെ ഡെറിവേഷൻസും പ്രോപ്പർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ ഇനിയും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Until then, this is me, Fahim Ahmad, signing off from Franklin's Lectures. Thank you.